കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകുന്തോറും എല്ലാം നമുക്ക് പല തരത്തിലുമുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഇന്നും ഒരു തരത്തിലുള്ള മാറ്റങ്ങളോ വികസനങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ മനുഷ്യരെ, അതായത് നമ്മളെ പോലുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് ഭക്ഷണമാക്കി കഴിക്കുന്ന ചില വിഭാഗം ട്രൈബൽ ഗോത്ര വിഭാഗങ്ങൾ ഇന്നും നമ്മുടെ ഒരു ലോകത്തിന്റെ ചില ഭാഗങ്ങളിലുണ്ട്. അത്തരത്തിലുള്ള ലോകത്തിലെ അപകടകാരികളായിട്ടുള്ള ചില ഗോത്ര വിഭാഗങ്ങളും അവരുടെ ആരെയും ഒരുപോലെ അതിശയിപ്പിക്കുന്ന വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള ഗോത്ര വിഭാഗങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് കജറിയോ എന്ന പേരുള്ള ഒരു കൂട്ടം ഗോത്ര വിഭാഗമാണ്. ഇത്തരത്തിലുള്ള ഒരു ഗോത്ര വിഭാഗം ഉണ്ട് എന്നറിഞ്ഞത് ഒരിക്കൽ ഒരാൾ മരിച്ചു കിടക്കുകയാണ്. ആ മരണപ്പെട്ട വ്യക്തിയെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു വ്യക്തി മരിച്ചിട്ടുള്ളത് മുള കൊണ്ട് നിർമ്മിച്ച ഒരു കത്തി ഉപയോഗിച്ച് ഇദ്ദേഹത്തിന്റെ ഹൃദയ ഭാഗത്ത് കുത്തിയാണ് ഈ ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ ഒരു കാരണത്താലാണ് ഈ ഒരു ഭാഗത്ത് ഇത്തരം വിചിത്രമേറിയിട്ടുള്ള ഒരു ഗോത്ര വിഭാഗമുണ്ട് എന്നത് പുറം ലോകം അറിയുന്നതും അവരെ കുറിച്ചെല്ലാം കൂടുതൽ പഠിക്കുന്നതും. ഭക്ഷണം ലഭിക്കാത്ത സമയങ്ങളിൽ ഇവരെ പോലുള്ള മറ്റു വിഭാഗങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെയുള്ള പുരുഷന്മാരായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തുകയും സ്ത്രീകളെ ഇവർ തങ്ങളുടെ അടിമകളാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഈ കാരണത്താൽ തന്നെ ഇവർ ഇന്ന് വലിയൊരു ഗോത്ര സമൂഹം തന്നെയാണ്. സ്വാഭാവികമായും അവർ ഇന്ന് നേരിടുന്നത് ഭക്ഷണത്തിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. എന്നാൽ ആ രാജ്യത്തെ ഗവൺമെന്റ് ഇവരെ സഹായിക്കാനായിട്ട് ഭക്ഷണവും മറ്റുമെല്ലാമായിട്ട് ഹെലികോപ്റ്ററിൽ എത്തുമ്പോൾ ഇവർ അമ്പും വില്ലും എടുത്ത് ഹെലികോപ്റ്ററിനെതിരെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കണ്ടുവരുന്നത്. അതിനാൽ തന്നെ ഒരു സഹായവും നൽകാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇവരുടെ കാര്യത്തിൽ ഇന്നുള്ളത്. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് കൊറോവായി എന്ന പേരുള്ള മറ്റൊരു ഗോത്ര വിഭാഗമാണ്. 1974-75 കാലത്താണ് ഇങ്ങനെയുള്ള ഒരു വിചിത്രമേറിയ ഗോത്ര വിഭാഗം ഉണ്ട് എന്നത് പോലും പുറം ലോകം അറിയുന്നത്. ഇവരുടെ കാഴ്ചപ്പാടിൽ ഈ ഒരു ലോകത്ത് ഇവർ മാത്രമാണ് ഇന്ന് മനുഷ്യരായിട്ട് ഉള്ളത് എന്നതാണ്. ഇതിനാൽ തന്നെ ഈ കാരണത്താൽ തന്നെ പുറത്തുള്ള മറ്റു നമ്മളെ പോലുള്ള മനുഷ്യരെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇവര് ഉടനെ തന്നെ ആക്രമിക്കുന്നതാണ്. ഈ ഒരു വിഭാഗം ആളുകൾ താമസിക്കാനുള്ള വീട് നിർമ്മിക്കുന്നത് സാധാരണ നമ്മൾ നിലത്ത് തറയിൽ നിർമ്മിക്കുന്നത് പോലുള്ളതല്ല. അതിനു പകരം വലിയ ഉയരമുള്ള മരങ്ങളിലാണ് ഇവർ വീടുകൾ നിർമ്മിക്കുന്നത്. ശാസ്ത്ര ലോകത്തിന് ഇവരെ കുറിച്ച് വളരെയേറെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് അറിയുകയുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മൈക്കിൾ റോക്ക് ഫെല്ലർ എന്ന പേരുള്ള ഒരു വ്യക്തി ഒരിക്കൽ ഇവരെ കുറിച്ച് പഠിക്കാനായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഇവരുടെ അടുത്തേക്ക് താമസിക്കാനായിട്ട് എത്തുകയാണ്. അങ്ങനെ പഠനം കഴിഞ്ഞു താൻ തിരിച്ചു വരികയാണെന്ന സന്ദേശം അയച്ച മൈക്കിൾ റോക്ക് ഫെല്ലർ എന്ന വ്യക്തിയുടെ മുറിവേറ്റ് മരണപ്പെട്ട് കിടക്കുന്ന ബോഡി മാത്രമാണ് പിന്നീട് ലോകത്തിന് കാണാൻ കഴിഞ്ഞത്. അത്രയേറെ അപകടകാരികളാണ് കൊറോവായി എന്ന പേരുള്ള ഗോത്ര വിഭാഗങ്ങൾ എന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ ഉള്ളത് നമ്മുടെ ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള ദ്വീപിൽ താമസിക്കുന്ന ഒരു കൂട്ടം ഗോത്ര വിഭാഗക്കാരാണ്. സെന്റിനിയൽ എന്നാണ് ഈ ഒരു വിഭാഗത്തെ അറിയപ്പെടുന്നത്. ഇവർ താമസിക്കുന്ന ഈ ഒരു ദ്വീപിന് ചുറ്റും ഏറെക്കുറെ 2 മൈൽ അപ്പുറം ഒരു പക്ഷിക്ക് പോലും പറക്കാൻ കഴിയുകയില്ല എന്നതാണ്. കാരണം അത്രയേറെ സുരക്ഷയാണ് ഇവരുടെ ഈ ഒരു ദ്വീപിന്, ഇവർ താമസിക്കുന്ന ഈ ഒരു ദ്വീപിന് ഇവർ ഒരുക്കിയിട്ടുള്ളത്. 2004 സുനാമി ഉണ്ടായ സമയത്ത് ഇവരെ സഹായിക്കാനായിട്ട് ഗവൺമെന്റ് ഭക്ഷണവും മറ്റുമെല്ലാം ഹെലികോപ്റ്ററിൽ കൊടുത്തയക്കുമ്പോൾ മൂർച്ചയേറിയിട്ടുള്ള അമ്പുകൾ ഉപയോഗിച്ച് ഹെലികോപ്റ്ററിനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുവരുന്നത്. ഈ ഒരു വിഭാഗത്തെ കുറിച്ചുള്ള അതിശയപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് ഇവർ ഇന്നേ വരെ തീ പോലും കണ്ടെത്തിയിട്ടില്ല എന്നത്. അതുകൂടാതെ ഇവർ ഭക്ഷണം കഴിക്കുന്നത് ആ ദ്വീപിലുള്ള തേങ്ങകൾ മാത്രമാണ് എന്നതാണ് ഇവരെ കുറിച്ച് ലഭിച്ചിട്ടുള്ള വളരെയേറെ കുറഞ്ഞ വിവരങ്ങളിൽ പറയുന്നത്. 60,000 വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇത്തരമൊരു രീതിയിലൂടെയാണ് ഈ ഒരു വിഭാഗം ആളുകൾ ബംഗാൾ ഉൾക്കടലിന്റെ ദ്വീപിൽ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞതൊന്നും കൂടാതെ തന്നെ വളരെയേറെ അപകടത്തോടു കൂടി ജീവിക്കുന്നവരും അതുകൂടാതെ മനുഷ്യരുമായിട്ട് നമ്മളെ പോലുള്ള പുറം ലോകത്തുള്ള ആളുകളുമായിട്ട് പരസ്പരം സഹകരിച്ചും സഹായിച്ചും എല്ലാം ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങളെ നമുക്കിന്ന് നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇതിലും നല്ല ഒരുപാടധികം വീഡിയോകളുമായിട്ട് കാണാം. താങ്ക് യു.